അധികം ആരും മറന്നിട്ടില്ലാത്ത ഒരു വിഷയം പറയാം. അതെ, സൗദി അറേബ്യയിൽ പോയിട്ട് ഒരു പാവം പയ്യനെ, അനസ് എന്ന് പറയുന്ന 15 വയസ്സുകാരനെ അടിച്ചു കൊന്ന ഒരു മുതലുണ്ടല്ലോ, നമ്മുടെ അബ്ദുറഹീം അല്ലേ, എവിടെ പോയി? അല്ല, ബോച്ചയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രൂപത്തിൽ പിരിവൊക്കെ നടന്നിട്ടുണ്ടായിരുന്നേ. ഇറങ്ങിയോ? അറിയാത്തോണ്ട് ചോദിച്ചതാ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അല്ല, ദാ വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു, ദാ അടുത്തുകൊണ്ടിരിക്കുന്നു, വരും, വന്നു, വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ വരും, ദാ വന്നു, എത്തി. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. എവിടെ കാക്ക? അല്ല, കണ്ടില്ലല്ലോ റഹീം കാക്കായെ. അപ്പോഴങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സംശയം, 34 കോടി എവിടെ? ആര് കൊണ്ടുപോയി നക്കിയടേ? ആരാന്റെ മുതല്? അല്ലെങ്കിലും മറ്റുള്ളവരെ പിച്ച് ജീവിക്കാൻ നമ്മളെ കഴിഞ്ഞേ ഉള്ളല്ലോ. 34 കോടി പിരിക്കാൻ ആര് പറഞ്ഞു? ആര് ചോദിച്ചു? ഓരോരുത്തരും അന്നന്ന് അധ്വാനിച്ച് തിന്നുന്ന ആളുകൾ ഒരു മനുഷ്യ ജീവന് നൽകിയ വിലയും മൂല്യവുമാണ് അത്രയും പണം. 100 കോടി പിരിച്ചെന്നാ ഒരു രാഷ്ട്രീയ നേതാവ് വെളിപ്പെടുത്തിയത്. ഇവര് തന്നെ പറഞ്ഞു 60 കോടി പിരിച്ചെന്നാ പറഞ്ഞത്. ഈ കോടിക്കൊന്നും ഒരു വിലയുമില്ലടേ. ഇതെവിടെ? നമ്മൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിക്കും. കൊടുത്തോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ, പലരും കൊടുത്ത പണമാണല്ലോ. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടോ, നീ കൊടുത്തിട്ടുണ്ടോ, നീ ആരാണ് ചോദിക്കാൻ? അതിനൊന്നും അർത്ഥമില്ല. അബ്ദുറഹീം ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട്, വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരിൽ നിന്നും നിയമവിരുദ്ധമായി 34 കോടി രൂപ പിരിച്ചെടുത്തു. 60 പിരിച്ചതെന്ന് പറയുന്നു, 100 കോടിയാണ് പിരിച്ചതെന്ന് പറയുന്നു. വലിയ രൂപത്തിൽ കുറച്ച് കൗൺസിലൊക്കെ ഉണ്ടാക്കി. എവിടെ റഹീം? എവിടെ? വന്നോണ്ടിരിക്ക? ഫ്ലൈറ്റിലാ? എയർപോർട്ടിലാ? എംബസിയിലാ? അല്ല, ഒന്ന് പറയണേ. ഞാൻ നോക്കുമ്പോ ഇതേപോലെ ഒരു സംശയം മറ്റൊരു യുവാവിനും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മുടെ മനസ്സ് മോശമാണെന്നാണല്ലോ നിങ്ങൾ പറയാ. ശരി, നമ്മുടെ അങ്ങനത്തെ ഒരു മനസ്സുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചതായിരിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. നോക്കിയപ്പം എന്നെ പോലെ സമാനമായി ചിന്തിക്കുന്ന ഒരു പിടി ആളുകളെന്നേ. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 34 കോടി പിരിപ്പിച്ചിരുന്നല്ലോ ഒരു സൗദി അറേബ്യയിൽ അബ്ദുറഹീമിന്റെ മോചനത്തിനും വേണ്ടിയിട്ട്. അബ്ദുറഹീം ഇറങ്ങിയപ്പോ ഓൻ്റെ അമ്മ അങ്ങനെ കുറെ നില വിളിച്ചിരുന്നല്ലോ. ഏടന്നിട്ട് ആ പൈസ എവിടെ പോയി? ജനങ്ങളെ പിരിപ്പിക്കണ പൈസക്ക് ജനങ്ങൾക്ക് കണക്ക് കൊടുക്കൽ നിർബന്ധം. എത്ര കൊല്ലായിപ്പോയി? ആ പൈസ ആരെ കയ്യിലല്ലേ? അതേതോ ബാങ്കിലിട്ട് അതിന്റെ പലിശ എത്ര കിട്ടും? നിങ്ങൾ വാങ്ങി തിന്നുണ്ടാവൂലേ? അല്ല, ഇതൊക്കെ ചോദിക്കണം. എന്താ ജനങ്ങൾ മറന്നുപോയി, ചാനലാരും മറന്നുപോയി. നമ്മളെപ്പോലത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മളെ തെറി പറയാം. എന്നാലും വേണ്ടില്ല. ആ പൈസ ഒക്കെ കട്ടെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിരിപ്പിച്ച പൈസ. ഒരുപാട് ആൾക്കാരേന്ന് കണ്ണീരും കിനാവും കാണുമ്പോൾ എല്ലാവരും പൈസ അയച്ചു കൊടുക്കും. ഇതൊന്നും കയ്യൂല്ലെങ്കിൽ പിന്നെ എന്തിനാ പൈസ പിരിപ്പിച്ചത്? എന്തൊക്കെ ആദ്യം പഠിച്ചിട്ട് പോരെ പൈസ പിരിപ്പിക്കലൊക്കെ? ഇതിന്റെ ആൾക്കാർ ആരൊക്കെ അല്ലേ? ഒരു തെളിവുമില്ല, അപ്പൊ ഒരു ഇതുമില്ല. 34 കോടി ജനങ്ങളെ നിന്ന് പിരിപ്പിച്ച് അത് ആരോ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഓന്റെ കയ്യെ പിടിച്ചെടുക്കണം. അത് തിരിച്ചു കൊടുക്കുക ഓനെ ഇറക്കാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓനെ ഇറക്കി. നിങ്ങളൊക്കെ എന്താ വിചാരിച്ച്? ഒരു കയ്യാത്ത പണിക്ക് കിടത്തിനാ നിങ്ങൾ. കയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് പൈസ പിരിപ്പിച്ചാൽ പോരെ. കയ്യൂല്ലെങ്കിൽ എന്താ? കയ്യൂലാറിട്ട് ഒഴിവാക്കുക. വലിയ വലിയ പോത്താമ്പി അറിഞ്ഞിട്ട് പൈസ പിരിപ്പിച്ചിട്ട് ഓരോ അഡ്രസ് ഉപ്പല്ല. അല്ല, ജനങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ആര് ചോദിച്ചാലും വാരിക്ക് ഒരാട് കൊടുക്കല്ലേ. അതന്നെ ഏറ്റവും വലിയ മണ്ടത്തരം. ഇത് സംഭവിക്കോ, ഇത് ഇറക്കാൻ കഴിയുമെന്നും കൂടി ചിന്തിക്കാണ്ട് ഈ പിരിവ് നടത്തിയ ആൾക്കാരെ പേരിൽ കേസ് എടുക്കണം. തമാശല്ല, ആവശ്യമില്ലാണ് ജനങ്ങളെ. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടും ദാരിദ്ര്യം. അതിന്റെ ഇടയിൽ നിന്ന് മാറി പൈസയും പിരിപ്പിച്ചിട്ട് ഒരു അഡ്രസ്സും ഇല്ലപ്പോ. ആരും ചോദിക്കാനും ആരും പറയാനുമില്ല. ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇതൊക്കെ ധാരെ പിരിപ്പിച്ചത് ധാരെ പേരിൽ അതില്ലേ? അതൊക്കെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയും. എന്താ സംഭവം? ഇപ്പൊ എന്തല്ലേ? ഓൻ ഇറങ്ങുണ്ടോ ഇറങ്ങൂലേ? എന്തെങ്കിലും ഒരു ഇത് ജനങ്ങൾക്ക് കൊടുക്കി. കാള പെറ്റു എന്ന് കേട്ട ഉടനെ തന്നെ വണ്ടി എടുത്തിറങ്ങിയ ബോച്ചയോട് ചോദിച്ചാൽ ബോച്ചയ്ക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാമോ? ബോച്ച എങ്ങനെയെങ്കിലും നമുക്കൊരു പോപ്പുലാരിറ്റി കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നതിന് വേണ്ടി, വൈറലായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, പണം പിരിച്ചു. പോരാത്ത കുറച്ച് കോടികൾ ബോച്ചയെ വിട്ടു. കാരണം ഒരു പരസ്യമാണല്ലോ കിട്ടുന്നത് എന്ന് വിചാരിച്ചിട്ട്. അവസാനം വിനയായപ്പോൾ വളരെ വിദഗ്ധമായിട്ട് ആളുകൾ രക്ഷപ്പെട്ടു. കട്ടവനും മുക്കിയവനും നക്കിയവനും എല്ലാം നമ്മുടെ ടീം ആയതുകൊണ്ട് തൽക്കാലം ആ വാർത്ത അധികം ആരും കൊടുക്കത്തില്ല. സുനാമിയുടെ ഫണ്ട്, കത്തുവ ഉന്നാവയിൽ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട അതിന്റെ ഫണ്ട്, ആസിഫ,
വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട്, ചെന്നൈ ഫണ്ട്, ചന്ദ്രിക ഫണ്ട്, ഇത് മൊത്തം ഇതാണല്ലോടി നിങ്ങൾ. കേരളത്തിൽ തലയുള്ള ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അതിനെ സംബന്ധിച്ച് വന്ന വാർത്തയും കൂടി നോക്കിയോ. ബോബി ചെമ്മണ്ണൂർ ആരുടെ കാര്യം കളക്ഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു, അതല്ല വേണ്ടത്. അത് കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കുക, ഇന്നതാണ് കാര്യമെന്ന്. മുഹമ്മദ് ബിൻ സൽമാൻ കയറിയാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. അത് പ്രോപ്പറായിട്ട് 10 മിനിറ്റ് കൊണ്ട് മോഡിക്ക് ബ്രീഫ് കഴിഞ്ഞാൽ മോഡി MBS വിളിച്ച് പറയുക, കേസ് ക്ലോസ് ആവും. സൗദിയിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ 34 കോടി രൂപയിലധികം പിരിച്ചെടുത്തിട്ട് ഈ തുക എന്ത് ചെയ്തു എന്ന ചോദ്യം പലരും ഇപ്പോൾ ഉന്നയിക്കുകയാണ്. സൗദി സർക്കാരോ സൗദിയിലെ കോടതിയോ ഇത്തരത്തിൽ ബ്ലഡ് മണി 34 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലൊരു വിധിയും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. മറ്റൊരു വിവരം, സൗദിയിൽ പരമാവധി ബ്ലഡ് മണി അനുവദിക്കുക 5 മില്യൺ സൗദി റിയാലാണ്. ഇത് ഇന്ത്യൻ രൂപ 1 കോടി 15 ലക്ഷം രൂപയെ വരും. ഈ സ്ഥാനത്ത് 34 കോടിയിലധികം രൂപ പിരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമെന്നും ചോദ്യമുയർന്നു. ഇന്ത്യൻ എംബസി വഴി ഇടപെട്ട് നരേന്ദ്രമോദിയും സൗദി രാജകുമാരനുമായി സംസാരിച്ച് 1 രൂപ പോലുമില്ലാതെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനാകുമെന്നും പിരിച്ച തുക മുഴുവൻ 4 നൂറ്റാണ്ടോളം ജയിലിൽ കിടന്ന അബ്ദുൾ റഹീമിനും കുടുംബത്തിനും നൽകണമെന്നുമുള്ള വിദഗ്ധ നിർദ്ദേശങ്ങൾ വരികയാണ്. പതിറ്റാണ്ടുകൾ പ്രവാസിയും പ്രവാസി നിയമങ്ങളിൽ വിദഗ്ധനുമായ തമ്പി നാഗാർജുന ഇപ്പോൾ മക്കയിലുള്ള പ്രവാസിയുമായി സംസാരിക്കുന്ന ഓഡിയോ കേൾക്കാം. ഓക്കെ, നിങ്ങൾക്ക് മക്കയിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണത്. അതായത് സൗദി സമയമുണ്ടല്ലോ സംസാരിക്കാൻ. സൗദിയില് 26 വർഷത്തിന് മുമ്പ് ഡ്രൈവർ വിസയിൽ ഇവിടുന്ന് ഒരു പയ്യനെ കൊണ്ടുപോയി മലപ്പുറത്ത്. അത് കൊണ്ടുപോയത് അവിടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ട്, അതായത് ഡോക്ടറോ തത്തുല്യമായ പ്രാഗൽഭ്യമുള്ള ഒരു പയ്യനെ നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ മരിച്ചതില് അങ്ങനെ ആ 38 കോടിയൊന്നും കളക്ട് ചെയ്യല്ല വേണ്ടത്. ആ കേസ് റീഓപ്പൺ ചെയ്യണം. കാര്യം അതിനകത്ത് ആ മാതാപിതാക്കളാണ് കുറ്റക്കാര്. അതായത് ഡ്രൈവർ അല്ല സൗദി അല്ല ആവും, അതാവുമെന്ന് ഞാൻ പറയുന്നേ കേട്ട. നിങ്ങൾ ചാടിക്കറി പറയല്ലേ. മടാട്, അതായത് ആ ഫയൽ എടുത്ത് തരാമെങ്കിൽ പ്രൈം മിനിസ്റ്റർ വഴി മുഹമ്മദ് ബിൻ സൽമാനായിട്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളത്. കാര്യം അവൻ നിരപരാധിയാണ്, അവൻ കൊന്നതല്ലല്ലോ. അല്ല, നിങ്ങളത് അങ്ങനെയല്ലെന്ന്. ഈ ഇത് ചെയ്ത തെറ്റുകാരെ പേരൻസ് FIR ഇട്ടിരിക്കുന്നത് അടിച്ചു കൊന്നു എന്നാണ്. ഇവൻ അത് കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവന്റെ അടിയിലാണ് കഴുത്തിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് ഈ കുട്ടി ശ്വസിച്ചിരുന്നത്. അത് തെറിച്ചു പോയി, കുട്ടിയുടെ വായിൽ കൂടി നൊരയും പതയും വന്നു. അങ്ങനെയാണ് കുട്ടിക്ക് മരണം സംഭവിക്കുന്നത്. ഇവൻ പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസും ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ അതല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുകയോ ഈ കുട്ടിയുടെ പേരൻസിനെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തല്ലിക്കൊന്നു എന്നാണ് FIR. ഹൗസ് വൈഫായി കൊണ്ടുവരുന്ന ജോലിയല്ല ഒരു കെയർ ടേക്കറുടെ ജോലി. ഏതൊരു രാജ്യത്ത് പോയിരുന്നാലും ശരി, ആ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കുന്നത് മാത്രമാണോ ഇവൻ ചെയ്തത്? എന്നിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുക ഒരു സ്റ്റോറി. കൊള്ളക്കാർ വന്നു, കുട്ടിയെ അടിച്ചു കൊന്നു, എന്നെ പിടിച്ച് വണ്ടിയോടെ കെട്ടിവെച്ചു, എന്നിട്ട് അവർ രക്ഷപ്പെട്ടു പോയി. എന്നിട്ട് എന്തോ എടുത്തുകൊണ്ട് പോയി, ഒരൊലക്കയും എടുത്തില്ല. അപ്പൊ കൊള്ളക്കാരെന്തിനാ വന്നത് ഒന്നും അറിയില്ല. പോലീസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് പൊളിക്കുകയും ചെയ്ത് ചുരുക്കത്തിൽ 34 കോടി മുക്കീനാക്കി. ഇത് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരെ അറഞ്ചം പുറഞ്ചം തെറിവിളി. ഇത് എന്തുവാടേ? ഇത് എത്ര കാലമാടേ നിങ്ങൾ ഇതൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത്? നന്ദി.